So what is up guys, welcome back to another episode of Gamer X Boys. Guys, അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നേക്കുന്ന വണ്ടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വണ്ണസിൻ്റെ വോൾവോ ആണ്. വോൾവോ 9600S ആണ്. ഇത് അവിടെ ബാക്കിൽ എഴുതിയിട്ടുണ്ട്. നമ്മളിപ്പോൾ വന്നേക്കുന്ന ഏതോ ഒരു ബസ് സ്റ്റാൻഡിലാണ് ഗൈസ്. ഇവിടെ ഈ ഒരു ബസ് സ്റ്റാൻഡ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഇവിടെ ഒരു ഓട്ടം കിട്ടി. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. നമുക്കെന്തായാലും വണ്ടിക്കകത്ത് കയറാം, കുറേ സംസാരിക്കണ്ട. ഇത് വണ്ണസിൻ്റെ മിസ്റ്റേക്കാണ്. ഇത് wannastravels.in എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിപ്പം നമുക്ക് വേണ്ടി തന്നതാണ് ഇതൊന്ന് ഓടിച്ച് നോക്കാൻ. അപ്പം ഇതാണ് വണ്ടീൻ്റെ ഇൻറ്റീരിയർ, നല്ലൊരു ഇൻറ്റീരിയർ. ഈ ഒരു വണ്ടി നിങ്ങൾ കുറേ വട്ടം യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്, ഹൈ റേഞ്ച് വരിയൊക്കെ കൊണ്ടുപോകുന്നത്. ആ സെയിം സംഭവമാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വണ്ടിയും കൊണ്ട് ഹൈ റേഞ്ച് ആണെന്ന് എനിക്ക് തോന്നുന്നു കയറി പോകാൻ പോകുന്നത്. അത് അവിടെ ചെന്നാലേ നമുക്കറിയാം ഹൈ റേഞ്ച് ആണോ അതോ സാധാ റോഡാണോ എന്ന്. ഞാൻ ഇന്നേ വരെ ഇങ്ങനത്തെ ഒരു വണ്ടിയും കൊണ്ട് അതുവരെ വന്നിട്ടില്ല. SC ലോറിയും കൊണ്ട് പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, അല്ലാതെ ഞാൻ പോയിട്ടില്ല. ബാക്കിലൊക്കെ സ്റ്റിക്കർ ഇട്ടിട്ടുണ്ട്. ബാക്കിലെ സ്റ്റിക്കർ ഇവർക്ക് ഇച്ചിരിയും കൂടി ഇച്ചിരി കൂടി ക്വാളിറ്റി ഇച്ചിരിയും കൂടി കൂട്ടാമായിരുന്നു. ഇച്ചിരി ബ്ലറായിരിക്കും. ഉയ്യോ, വാളി ഇന്ന് കിട്ടിയ വണ്ടി അത് എന്ന് ഇടി തന്നപ്പോരെ 2 വട്ടം ഇടിച്ചതാണ്. അവർ പറഞ്ഞു ഇനി ഇടിച്ചാലും കുഴപ്പമില്ല, നീ നന്നാക്കണ്ടെന്ന്. നമ്മുടെ കയ്യിൽ എവിടെ കാശ് ഗൈസ്? ഈ ഒരു വണ്ടി മേടിക്കാൻ തന്നെ എൻ്റെ കയ്യിൽ കാശില്ല. മേടിച്ചില്ല, ചുമ്മാ റെൻ്റ് എടുത്തേ. ഇപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി റെൻ്റ് എടുത്തതാണ് ഈ ഒരു വണ്ടി. ഓക്കെ, അതായത് ഞാൻ ഈ വണ്ടി മേടിച്ചിട്ടില്ല, റെൻ്റ് എടുത്തേക്കുവാണ്. അപ്പോൾ ഇവിടെ മഴയൊക്കെ തീർന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞ കറക്റ്റാണ് ഗൈസ്, ഇതൊരു ഹൈ റേഞ്ച് വരിയാണ്. ഇതുവരി വരുവാണ് കറക്റ്റ് നമ്മുടെ കേരളം പോരെ. ഈ ഹൈ റേഞ്ച് വരുന്നത് നമ്മുടെ ഡെൻപസാറിലാണ്. അവിടുന്ന് ഗിമാലുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത്. അയ്യോ, ഇത്ര വലിയ ആന ബസ് കൊണ്ടാണ് വരുന്നതെന്ന് ഞാൻ മറന്നുപോയി. ഇതിൻ്റെ ഇൻറ്റീരിയർ വലുതായിട്ട് കാണാനൊന്നുമില്ല. ആ ഒരു വശം ചതഞ്ഞിരിക്കുന്നതിൻ്റെ ഇതാ. പിന്നെ അകത്തെ ഇതൊന്ന് ഞാൻ കട്ടനൊന്നും ഊരട്ടെ. ഇത് കട്ടൻ്റെ ഇത് സ്വിച്ച് ഏതായിരുന്നു? അതെ ഇത്. അപ്പോൾ ഗൈസ്, ഞാൻ കർട്ടൻസ് എല്ലാം ഒരു വണ്ടി അകത്ത് മുൻഭാഗം കാണിക്കാം. അത് പറ്റുമോയെന്ന് എനിക്കറിയാം ഗൈസ്. പറയാൻ മറന്നു, ഇത് വണ്ണസിൻ്റെ സ്ലീപ്പർ ബസ്സാണ്. ഇതാണ് ഗൈസ് ഇൻറ്റീരിയർ. ഇത് ഫ്രണ്ടിൽ നിന്ന് ഇനിയിപ്പോൾ ഇത് ക്യാബിൻ ലുക്ക് ഇത്ര ഉണ്ട് ക്യാബിൻ. അപ്പോൾ ഇത് വണ്ണസിൻ്റെ സ്ലീപ്പർ ബസ്സാണ്. 1 2 എന്ന് പറയുന്ന ഏട്ടപ്പേരുണ്ടായിരുന്നല്ലോ ഇതിന്. 2+1 ഡയമണ്ട് ഗ്ലാസ് AC സ്ലീപ്പർ. അപ്പോൾ സ്ലീപ്പർ ബസ്സാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. ഇതൊന്നും അല്ല ഹൈ റേഞ്ച് ഞാൻ എത്താന്ന് പറയാം. ഇവിടെ ഇങ്ങോട്ടാ ഹൈ റേഞ്ച്. അപ്പം ഞാൻ ഇവിടെ കാർ വാഷ് എത്തിയിട്ട് വരാവേ. അപ്പം നമ്മളിത് ഒരു കാർ വാഷ് ഇല്ലേ അത്. അപ്പോൾ കഴിച്ച് നമ്മൾ കാർ വാഷ് എത്തിയിട്ടില്ല. ഞാൻ നിങ്ങളെ ഈ ഒരു ഭാഗം കാണിക്കാൻ വേണ്ടിയാണ് കൊണ്ടുവന്നത്. ഇത് കണ്ടോ, ഒരു നമ്മൾ മൂന്നാറൊക്കെ പോകുന്ന ഫീല് കിട്ടും. അവിടെയൊക്കെ തേയിലപ്പൊടി കൃഷിയാണ് ഗൈസ്, നല്ല രസമാണ്. ഇത് ഞാൻ മാപ്പ് മോഡൊന്നും കയറ്റിയതല്ല, ഇത് ബസ് സിമുലേറ്ററിനകത്തുള്ളൊരു മോഡ് തന്നെയാണ്. എന്നാലും കൊള്ളാൻ സ്ഥലം നല്ല രസമുണ്ട് കാണാൻ. ഇത് ആരെങ്കിലും കൊണ്ട് കാണിക്കുവാണെങ്കിൽ അവർ പറയും ഇത് കൃത്യം മൂന്നാറാണ്. അവിടെ എന്തോ ക്ഷേത്രം പോലെ സംഭവമൊക്കെ ഉണ്ട്. ഈ ഹൈ റേഞ്ച് പിടിച്ച് വരാൻ നേരം നല്ല സ്ലോയാണ് ബസ് കേട്ടോ. ഒട്ടും സ്പീഡ് കിട്ടൂല, ഇറക്കത്തിലും എല്ലാം സ്പീഡ് കിട്ടും. പിന്നെ ഞാൻ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ കുഞ്ഞു കയറ്റങ്ങളിലൊന്നും ഈ വണ്ടി കയറ്റാൻ ഇച്ചിരി പാടാണ്. റിവേഴ്സൊക്കെ എടുത്തിട്ട് വേണം പോകണമെന്ന് ഗൈസ്. ഈ ഒരു വഴി എനിക്കറിയാം. ഈ ഒരു വഴിയും കൊണ്ട് ഞാൻ SL ലോറി കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ രണ്ടാമത്തെ വഴി ഞാൻ കയറി വന്നിട്ടുണ്ട്. മൂന്നാമത്തെ വഴി ഞാൻ ഇതുവരെയായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കുഞ്ഞു കയറ്റം കയറുമോ? ഇല്ല. നമുക്കെന്തായാലും രണ്ടാമത്തെ വരി കയറിപ്പോ. വേണ്ട ഗൈസ്, ഇതാ ഞാൻ പറഞ്ഞു, ഈ കുഞ്ഞു കയറ്റങ്ങൾ പോലും വണ്ടിക്ക് കയറാൻ പറ്റൂല. ഇവിടെ എന്തോ വരി ബ്ലോക്ക് ചെയ്യുന്നു.
എടാ പിക്കപ്പ് എൻ്റെ ജോലിയെല്ലാം പോയിട്ട് ഹസാഡ് ഇട്ടാവും വരി ബ്ലോക്ക് ചെയ്യുന്നു. ഇതെൻ്റെ ഒന്നുമല്ല വണ്ണസുകാരുടെ. അപ്പോൾ അവർ ചെയ്തോളൂ എന്തോ ചെയ്യുന്നതിന്. കുറേ നേരമായാലും ഞാൻ ഈ ഒരു കുഞ്ഞ് ഇടവരി കൂടെ ഈ വണ്ടി കയറ്റാൻ നോക്കിയിട്ട് കയറുന്നില്ല. കല്ലിലൊക്കെ പോയി ഇടിക്കും. ഓക്കെ ഗൈസ്, ഇങ്ങനെ ഫൈനലി നമ്മൾ വണ്ടി കയറ്റിയിട്ടുണ്ട്. ഓഹ്, എത്ര റിവേഴ്സ് എടുത്തന്നെ ഈ വണ്ടി ഒന്ന് കയറ്റാൻ. ഇതൊരു കാട് പോലത്താണ്. ഇത് നേരെ മെയിൻ റോഡിലോട്ടാണ് വരുന്നത്. കണ്ടോ, ഇപ്പം തന്നെ എത്തി. അതിനാണ് നമ്മളിങ്ങനെ വളഞ്ഞും പൊളഞ്ഞും പോകണ്ട. പെട്രോളും ലാഭിച്ച് പിന്നെ നല്ല കാഴ്ചകളും കാണാം. ഇപ്പം നമ്മൾ വീണ്ടും ഗ്രാമം പോലത്തെ സ്ഥലത്തെത്തി. ഇത് ഗ്രാമമല്ല, എന്തോ ഒരു എന്തോ ഇച്ചിരി കൂടി ഹൈ ക്ലാസ് ഗ്രാമമാണ്, ലോ ക്ലാസ്. ഇത് വില്ലേജ് പോലത്തെ സംഭവങ്ങളാണ്. കുഞ്ഞു കുഞ്ഞു കടകളും പിന്നെ കുറേ വലിയ മാളുകളും. ഇവിടെ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. ഈ ഹൈ റേഞ്ച് പിടിച്ച് വരാൻ നേരം കുറേ ക്ഷേത്രങ്ങളുണ്ട്. ഇവിടെ ഒരു ക്ഷേത്രം, അടുത്തൊരു ക്ഷേത്രം, കുറേ ക്ഷേത്രങ്ങളുണ്ട്. ശരിക്കും ഹൈ റേഞ്ചിൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ? ഈ ഒരു ഭാഗം ഫുള്ള് റിസോർട്ട് പോലത്തെ സംഭവങ്ങളാണ്. ഇത് റിസോർട്ടോ ക്ഷേത്രത്തിൻ്റെ എന്തോ പണികളാണ്. കണ്ടിട്ട് റിസോർട്ടും അതും ക്ഷേത്രത്തിൻ്റെ ഇതും രണ്ടും കൂടിയാണ്. നമ്മളെന്തായാലും പെട്രോൾ പമ്പ് എത്താറായി. വണ്ടിക്ക് പെട്രോളുണ്ട് അങ്ങ് വരെ എത്താൻ. അപ്പോൾ ഗൈസ്, ഞാൻ കുറച്ച് ദൂരെ എത്തിയിട്ട് വരാം. ഇവിടെ നിങ്ങളെ ബോറടിപ്പിക്കണ്ട, അതുകൊണ്ട് ഞാൻ കുറച്ച് ദൂരെ എത്തിയിട്ട് വരാം ഗൈസ്. അപ്പോൾ ഞാൻ ഹൈ റേഞ്ച് പിടിച്ച് വരുന്ന വരിക്ക് ഇവിടെ ഇടവരി. നമ്മൾ ഇങ്ങൊരു ഇടവരി കയറി വന്നതല്ലേ, ഇനി നമുക്ക് എന്തായാലും ഈ ഒരു ഇടവരിയും കൂടി കയറി പോവാം. ഇത് നമുക്ക് പോകേണ്ട സ്ഥലത്ത് എത്തുമോ? ആ ഗൈസ്, എത്തും. നേരെ ചെന്നാൽ മതി. ഇതുവഴി എങ്ങാണ്ടോ ഞാൻ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ നല്ല ഓഫ് റോഡാണ്. വലിയ ഓഫ് റോഡല്ല, ഒരു സാധാ ഓഫ് റോഡ്. ഇവിടാണ് ചെളിയാണല്ലോ, ഫുള്ള് വെള്ളമാണല്ലോ. ആ പാലങ്ങളൊക്കെ പണിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് ഇതുവരെയും കയറ്റിപ്പോവാം ഗൈസ്. ഇവിടെ പണിയാവും, വണ്ടീൻ്റെ അടി എന്തായാലും തട്ടിയാലും പ്രശ്നമില്ല. ഇങ്ങ് വരെ വന്നാൽ തട്ടി ഇടിച്ചൊക്കെയാണ്. പതുക്കെ അങ്ങ് പോവാം. വണ്ടി കയറിയില്ല. ഓക്കെ, കുഴപ്പമില്ലാതെ വണ്ടി കയറി. ഇതിന് കയറ്റങ്ങളാണ് പണി വരുന്നത്. നമുക്കെന്തായാലും ഒരു അല്പ ദൂരം കൂടി എത്തിയാൽ മതി. ഞാൻ ഇത് ഫുള്ള് ക്യാപ്ചർ ചെയ്യും, അത് ഉറപ്പാണ്, എൻ്റെ വാക്കാ. ഇച്ചിരിയും കൂടി പോയാൽ മതി. പക്ഷെ എനിക്ക് അറിഞ്ഞൂടെ ഇത് ഫുള്ള് ക്യാപ്ചർ ആവുമെന്ന്. എന്തായാലും 10 മിനിറ്റിൻ്റെ മേളിൽ പോവും, ഉറപ്പാണ്. നിങ്ങളെ ബോറടിപ്പിക്കണമെന്നും വിചാരിച്ചു 10 11 ഒക്കെ ഞാൻ വീഡിയോ എൻഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ബോറടിക്കുന്നില്ല, നിങ്ങൾ കമൻറ്റ് ഇടുക. ഫുള്ള് ലോങ് വീഡിയോ ചെയ്യുന്നു. അപ്പം ഞാൻ ഒരു ഫുള്ള് ട്രിപ്പ് എടുക്കും ഗൈസ്. പിന്നെ ഞാൻ ഒരു സംഭവം ചെയ്യുന്നുണ്ട്. ഈ വണ്ണസിൻ്റെ ട്രിപ്പും പിന്നെ നമ്മുടെ അധോലോകത്തിൻ്റെ ഒരു ട്രിപ്പുണ്ട്, അത് ഞാൻ നാളെ കൊണ്ടുവരും. ആ 2 ട്രിപ്പും കൂടി കഴിഞ്ഞാൽ ഞാൻ ഓൾ ഇന്ത്യ ട്രിപ്പ് ചെയ്യും. അത് നമ്മുടെ ഈ ബുൾജെറ്റിൻ്റെ നെപ്പോളിയൻ വണ്ടിയും കൊണ്ട്, മറ്റേ ബസ്സില്ലേ, ട്രാവലറല്ല ബസ്, ആ ഒരു വണ്ടി. ബസ്സല്ലല്ലോ, അത് ക്യാരവാനല്ലേ. നെപ്പോളിയൻ ക്യാരവാനും കൊണ്ട് ഞാൻ ഒരു ഓൾ ഇന്തോനേഷ്യ ട്രിപ്പ് ചെയ്യും. ഇതിപ്പോൾ നമ്മൾ ഇന്ത്യയിലല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇന്തോനേഷ്യൻ ട്രിപ്പ് പിടിച്ചത്. അപ്പോൾ അതിൻ്റെ മാപ്പൊന്നും നല്ലതൊക്കെ ആയിട്ടില്ല, അത് കുറേ GB ഉണ്ട്, അതെല്ലാം കയറ്റണം. അപ്പം ഓൾ ഇന്തോനേഷ്യ ട്രിപ്പ് വേണമെന്ന് നിങ്ങൾ ഒന്ന് പറയാം. അപ്പം ഞാൻ ഓൾ ഇന്തോനേഷ്യ ട്രിപ്പ് ഇടാം. ഓരോരോ സീസൺസ് ആക്കിയായിരിക്കും. അപ്പോൾ ഇത് സീസൺ 1 ആണ്, അത് സീസൺ 1 ഇറങ്ങാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുമെങ്കിൽ പറയുക. ഞാൻ എന്തായാലും നമ്മുടെ സ്ഥലം എത്താറായി. ഞാൻ വിചാരിച്ചു 10 മിനിറ്റ് കൂടുതലാകുന്നു. ഇവിടെ ഹൈ റേഞ്ചൊക്കെ കണ്ടോ? ഇവിടെ പനമരങ്ങളും കാടും പുഴയും എല്ലാം കൂടിയാണ്. എനിക്ക് ഈ ഒരു ഭാഗമാണ് ഗൈസ്, ഈ ഒരു ഹൈ റേഞ്ചിൽ ഏറ്റവും ഇഷ്ടം. നല്ല രസം. അതെ, ഇവിടെ ആക്സിഡൻറ്റ്. ഇതെന്തോ സംഭവം? ഇങ്ങേരെ ഓവർടേക്ക് ചെയ്ത് പോയി. അതിൻ്റെ പുറകിൽ ഇങ്ങേരെ വന്നു. ട്രക്കുകാരൻ സ്പീഡിൽ വന്ന്, അപ്പം മോട്ടോർ സൈക്കിളുകാരൻ പോവായിരുന്നു. അപ്പം ട്രക്കുകാരൻ സ്പീഡിൽ വന്നതുകൊണ്ട് അങ്ങയുടെ ബാക്കിൽ വന്ന് ഒറ്റയടി. അതാ സംഭവിച്ചത്. പക്ഷേ ഞാൻ ലഗേജ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല എൻ്റെ കൂടെ, അതുകൊണ്ട് ഞാൻ വന്ന വഴി ഞാൻ തിരിച്ചു പോകും. ചുമ്മാ കാഴ്ചകൾ കാണാൻ വേണ്ടിയാണ് വന്നത്.
എന്തായാലും കണ്ടിട്ടുണ്ട്, നല്ല രസമുണ്ട്. ഈ ഒരു വഴി നിങ്ങൾ മസ്റ്റ് വരേണ്ടതാണ്. ഈയിടെ ആ കുന്നും വരി കൂടെ കയറി, ആ കുന്നിൽ കൂടെ കയറി വരാൻ. ഈ പുറകിലൊരു ഞാൻ ഇതല്ലേ കണ്ടേ? അല്ലേ, പുറകിലൊരു ഇതല്ലേ? അല്ല, അവിടെ ഞാൻ വിചാരിച്ച അവിടെ ഇടവരി ഉണ്ടെന്ന്. പക്ഷെ എന്നാ ഇടവരി, നമ്മൾ സ്ഥലം എത്താറായി ഗൈസ്. നമ്മളിപ്പം മലനിരകളിൽ കൂടെയാണ് വണ്ടി ഓടിക്കുന്നത്. സ്ഥലം എത്തിയിട്ടില്ല, ഇനിയും കിടക്കുന്നു ഗൈസ്. അപ്പോൾ എന്തായാലും നിങ്ങളെ ബോറടിപ്പിക്കുന്ന സമയവും കഴിഞ്ഞ് ഞാൻ എന്തായാലും ഇവിടെ വെച്ച് വണ്ടി ഒതുക്കിയിടുവാണ്. ഇച്ചിരി ആ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ കയറ്റാൻ പറ്റുമെന്ന് നോക്കട്ടെ. തൊട്ട് സൈഡിലാണ് ഇത്, ഇങ്ങോട്ടൊന്ന് കയറ്റിയിടാം വണ്ടി. ഇവിടെ കയറ്റിയിടുവാണ് കുഴപ്പമില്ല. രണ്ട് ബിൽഡിങ്സിൻ്റെ ഇടയിൽ കൂടെ കയറ്റുന്നത്. പുറകിലാണ് ഒരു വണ്ടിക്കൂട്ടവും. എങ്ങനെങ്കിലും വളച്ചും ക്ലച്ചും ഒക്കെ വണ്ടി കയറ്റാൻ നോക്കട്ടെ. ആ ലാമ്പിൽ ചെന്ന് ഇടിക്കുന്നുണ്ട്. ഉയ്യോ ഗൈസ്, ഇവിടെ ചെറിയ ഇത് പോകാൻ പറ്റും. ഇങ്ങോട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യട്ടെ. ഫസ്റ്റ് ഫ്രണ്ട് ടയർ, ബ്രേക്ക് പിടിച്ചാണ് പോകുന്നത്. ഓക്കെ, കുഴപ്പമില്ല. നമ്മളെന്തായാലും വണ്ടി ഇങ്ങോട്ട് കയറ്റാം. ഇവിടെ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, അടുത്ത വീഡിയോ വരെ ബായ്.